Problems and limitations of performance appraisal. Performance appraisal is based on human judgment and they are subject to human error. Some of the common pitfalls of performance appraisal are detailed below. പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോബ്ലംസും ലിമിറ്റേഷൻസ് ആണ് പറയണത്. പെർഫോമൻസ് അപ്രൈസൽ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നു. അവ ഹ്യൂമൻ എറേഴ്സസിന് വിധേയമാണ്. ഇനി പറയണത് പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോബ്ലംസും ലിമിറ്റേഷൻസ് ആണ് അടുത്തത് പറയണത്. ഫസ്റ്റത്തെ പോയിന്റ് ആണ് ദ ഹാലോ എഫക്റ്റ്. ടെൻഡൻസി ടു ഗീവ് റേറ്റിംഗ് ഓൺ വൺ ഫാക്ടേഴ്സ് ടു അൺഡ്യൂലി എഫക്റ്റ് റേറ്റിംഗ് ഓഫ് അതർ ഫാക്ടേഴ്സ്. ഫസ്റ്റത്തെ പോയിന്റ് പറയണത് മറ്റ് ഫാക്ടേഴ്സുകളുടെ റേറ്റിനെ അനാവശ്യമായി ബാധിക്കുന്നതിനായി ഒരു ഫാക്ടേഴ്സിനെ റേറ്റിംഗുകൾ നൽകാനുള്ള ടെൻഡൻസിയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയണത്. സെക്കൻഡ് പോയിന്റ് ആണ് പറയണത് ക്ലസ്റ്റർ ടെൻഡൻസി. ടെൻഡൻസി ടു റിഗാർഡ് എവരിബഡി ബീയിങ് റേറ്റഡ് ആസ് ഔട്ട്സ്റ്റാൻഡിങ്, ഫുള്ളി സാറ്റിസ്ഫാക്ടറി ഓർ മാർജിനലി സാറ്റിസ്ഫാക്ടറി. ക്ലസ്റ്റർ ടെൻഡൻസിയിൽ പറയണത് എല്ലാവരുടെയും ഔട്ട്സ്റ്റാൻഡിങ്, ഫുള്ളി സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ മാർജിനലി സാറ്റിസ്ഫാക്ടറി റേറ്റ് ചെയ്യുന്ന ടെൻഡൻസിയെയാണ് ക്ലസ്റ്റർ ടെൻഡൻസി എന്ന് പറയണത്. അടുത്തത് തേർഡ് പോയിന്റ് ആണ് ദ ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് റിസൻസി എഫക്റ്റ്. ടെൻഡൻസി ടു സീ വൺ ഇൻസിഡൻറ്റ് പെർട്ടിക്കുലർലി ഇഫ് റീസെൻറ്റ് ആസ് റിഫ്ലക്റ്റിംഗ് ഓഫ് ദ whole rating period. An employee's recent outstanding contribution or untimely mistake just prior to performance review influence the performance rating of the entire period. ഈ പോയിന്റ് പറയണത് ഒരു റേറ്റിംഗ് പീരീഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് സമീപത്ത് കാണുന്ന ടെൻഡൻസി പെർഫോമൻസ് റിവ്യൂവിന് തൊട്ടു മുമ്പ് ഒരു എംപ്ലോയിലൂടെ സമീപകാലത്ത് മികച്ച കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അൺടൈംലി മിസ്റ്റേക്ക് മുഴുവൻ പീരീഡിലെ പെർഫോമൻസ് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഫോർത്ത് പോയിന്റ് ആണ് ലെങ്ത് ഓഫ് സർവീസസ്. ടെൻഡൻസി ടു അവാർഡ് ഹയർ റേറ്റിംഗ് ടു എംപ്ലോയീസ് വിത്ത് ലോങ്ങർ സർവീസ് ഓൺ ദ അസംഷൻ ദാറ്റ് ഗ്രേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് ഇക്വറ്റ്സ് ടു ഹയർ പെർഫോമൻസ്. കൂടുതൽ എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഉയർന്ന പെർഫോമൻസും ഈക്വൽ ആണെന്ന ധാരണയിൽ കൂടുതൽ സർവീസുള്ള എംപ്ലോയീസിനെ ഹയർ റേറ്റിംഗിൽ നൽകുന്നതിനുള്ള ടെൻഡൻസിയാണ് ലെങ്ത് ഓഫ് സർവീസിൽ പറയണത്. ഫിഫ്ത്ത് പോയിന്റ് ആണ് റേറ്റിംഗ് ദ ജോബ്. ടെൻഡൻസി ടു അസൈൻ ഹയർ പെർഫോമൻസ് റേറ്റിംഗ്സ് ടു പേഴ്സൺ ഹൂസ് ജോബ്സ് ആർ ഹയർ ഇൻ ദ ഓർഗനൈസേഷൻ ഹൈറാർക്കി. ഓർഗനൈസേഷൻ്റെ ഹൈറാർക്കിയിൽ ഉയർന്ന ജോലികൾ ഉള്ളവർക്ക് ഉയർന്ന പെർഫോമൻസ് റേറ്റുകൾ നൽകാനുള്ള ടെൻഡൻസിയാണ് റേറ്റിംഗ് ദ ജോബ് എന്ന് പറയണത്. സിക്സ്ത് പോയിന്റ് ആണ് റേറ്റേഴ്സ് പ്രിഫറൻസ്. ഫ്രണ്ട്സ് ഓഫ് ദ റേറ്റർ, manager or supervisor may get better rating than their actual performance. Managers may rate employee lower than they deserve when conflict of manner, style and personality exist. റേറ്റിംഗിലെ ഫ്രണ്ട്സിന് മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസർ അവരുടെ ആക്ച്വൽ പെർഫോമൻസിനേക്കാൾ മികച്ച റേറ്റിംഗുകൾ ലഭിച്ചേക്കാൾ മാനർ, സ്റ്റൈൽ ആൻഡ് പേഴ്സണാലിറ്റി എന്നിവയുടെ കോൺഫ്ലിക്ട്സ് നിലനിൽക്കുമ്പോൾ മാനേജർക്ക് എംപ്ലോയീസുകളെ അർഹിക്കുന്നതിനേക്കാൾ കുറവായി വിലയിരുത്താം. സെവൻത്ത് പോയിന്റ് ആണ് എഫക്റ്റ് ഓഫ് പാസ്റ്റ് റെക്കോർഡ്. ടെൻഡൻസി ടു ഗീവ് ഹൈ റേറ്റിംഗ് ഫോർ എംപ്ലോയീസ് ഹു ഹാവ് പെർഫോംഡ് വെൽ ഇൻ ദ പാസ്റ്റ്. പ്രീവിയസ് ഗുഡ് വർക്ക് ടെൻഡ്സ് ടു ക്യാരി ഓവർ ഇൻ ടു ദ ന്യൂ പീരീഡ് ബീയിങ് അപ്രൈസ്ഡ്. ഈ പോയിന്റിൽ പറയണത് മുമ്പ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച എംപ്ലോയീസിന് ഹൈ റേറ്റുകൾ നൽകാനുള്ള ടെൻഡൻസി പ്രീവിയസ് ഗുഡ് വർക്ക് വിലയിരുത്തപ്പെടുന്ന പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. എയ്ത്ത് പോയിന്റ് ആണ് ലീനിയൻസി എഫക്റ്റ്. എ മാനേജർ ടെൻഡ്സ് ടു റേറ്റ് എവരി വൺ ഹൈ. ദിസ് എറേഴ്സ് ഈസ് യൂഷ്വലി കമ്മിറ്റഡ് വെൻ മാനേജേഴ്സ് ഫീൽ uncomfortable about communicating negative feedback or do not want to hurt the employees' feelings. ഈ പോയിന്റിൽ പറയണത് ഒരു മാനേജർ എല്ലാവരെയും ഉയർന്നതായി വിലയിരുത്തപ്പെടുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ മാനേജർക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുമ്പോഴോ എംപ്ലോയീസിൻ്റെ ഫീലിങ്സുകളെ ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തപ്പോഴോ ആണ് സാധാരണയായി ഈ എറർ സംഭവിക്കുന്നത്. നയൻത്ത് പോയിന്റ് ആണ് സെൻട്രൽ ടെൻഡൻസി. occurs when a manager rates
all employees as average by choosing the middle rating. The central tendency is perhaps the most serious error of all. It closes the door to an employee's growth and improvement on a job because on strength or weakness are identified. മിഡിൽ റേറ്റിംഗ് തിരഞ്ഞെടുത്ത് ഒരു മാനേജറെ എല്ലാ എംപ്ലോയീസിൻ്റെയും ആവറേജ് റേറ്റ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് എല്ലാവരുടെയും ഏറ്റവും സീരിയസ് എററാണ് സെൻട്രൽ ടെൻഡൻസി. ഇതൊരു എംപ്ലോയിയുടെ ഗ്രോത്തിനെയും ഇംപ്രൂവ്മെൻറ്റിനുമുള്ള ഡോറ് അടയ്ക്കുന്നു. കാരണം ഇത് സ്ട്രെങ്ത്തിനെയോ വീക്ക്നെസ്സിനെയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. 10th പോയിൻ്റ് പറയണത് കെയർലെസ്നെസ്. മാനേജർ മേ ക്വിക്ക് ഗസ്സസ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. 10th പോയിൻ്റ് പറയണത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ്റെ ബേസിലാണ് മാനേജേഴ്സൊക്കെ ക്വിക്ക് ഗസ്സസ് ഒക്കെ നടത്തണത്. നെക്സ്റ്റ് പോയിൻ്റാണ് പറയണത് ഇർറിലവൻറ്റ് ആൻഡ് ഇല്ലീഗൽ സ്റ്റാൻഡേർഡ്സ്. ഇർറാഷണൽ ഓർ അൺസ്ക്രൂപ്പുലസ് tools adopted for appraisal and evaluations based on their rates, personal preference, prejudice and biases invalidate the merits of a performance appraisal. റേറ്റിൻ്റെ പേഴ്സണൽ പ്രിഫറൻസും പ്രജൂഡിയസും ബയാസും എന്നിവ ബേസ് വിലയിരുത്തുന്നതിനുമായി സ്വീകരിച്ച ഇറാഷണൽ അല്ലെങ്കിൽ അൺസ്ക്രൂപ്പുലസ് ടൂൾസ് മൂല്യനിർണ്ണയത്തിലെ ഗുണങ്ങളെ അസാധുവാക്കുന്നു. ലാസ്റ്റത്തെ പോയിൻ്റാണ് ലാക്ക് ഓഫ് എംപ്ലോയി സപ്പോർട്ട്. സക്സസ് ഓഫ് PA ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് മ്യൂച്വൽ എയ്ഡ് ബിറ്റ്വീൻ ദ റേറ്റ്സ് ആൻഡ് എംപ്ലോയീസ്. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം എംപ്ലോയീസ് മേക്ക് PA മീനിങ്ലെസ്, വേസ്റ്റ് ദ ടൈം ആൻഡ് മണി ഓഫ് ഓർഗനൈസേഷൻ. ലാസ്റ്റ് പോയിന്റ് പറയണത് PAയുടെ സക്സസ് റേറ്റിങ്ങുകളും എംപ്ലോയീസും തമ്മിലുള്ള പരസ്പര സഹായത്തിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് PA മീനിങ്ലെസ് ആക്കുന്നു. അത് ഓർഗനൈസേഷൻ്റെ ടൈമും മണിയും പാഴാക്കുന്നു. അടുത്തതാണ് പറയുന്നത് എസെൻഷ്യൽ ഓഫ് ആൻ എഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് വെൽ ഡിഫൈൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് അപ്രൈസൽ മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ്. ഇറ്റ് മസ്റ്റ് ബി സിമ്പിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് മെഷറബിൾ. ഫസ്റ്റ് പോയിന്റിൽ പറയണത് സ്റ്റാൻഡേർഡ് ഓഫ് അപ്രൈസൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിളും അണ്ടർസ്റ്റാൻഡബിളും മെഷറബിളും ആയിരിക്കണം. സെക്കൻഡ് പോയിൻ്റാണ് പറയണത് ഫെയർ കമ്മ്യൂണിക്കേഷൻ. ദ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈഡ് ബിഹേവിയർ ആൻഡ് റിസൾട്ട് എക്സ്പെക്റ്റഡ് ഷുഡ് ബി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ വർക്ക് ഫോഴ്സ് ആൻഡ് ദ റേറ്റ്സ്. സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈഡ് ബിഹേവിയർ, റിസൾട്ട് എക്സ്പെക്റ്റഡ് എന്നിവ വർക്ക് ഫോഴ്സിനെയും റേറ്റിങ്ങിനെയും ശരിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. തേർഡ് പോയിൻ്റാണ് പറയണത് സയൻറ്റിഫിക് ടൂൾസ്. അപ്രോപ്രിയേറ്റ് ഇവാലുവേഷൻ tool must be selected for rating the performance of the workforce. The tool selected must be sufficient enough to provide accurate result. വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഉചിതമായ ടൂള് സെലക്ട് ചെയ്തിരിക്കണം. സെലക്ട് ചെയ്ത ടൂള് കൃത്യമായിട്ട് റിസൾട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയും വേണം. ഫോർത്ത് പോയിന്റ് ഡോക്യുമെൻറ്റേഷൻ. The performance of the employees should be continuously observed and recorded for the conducting detailed analysis. It helps the raters to substantiate their ratings. ഈ പോയിന്റിൽ പറയണത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് പോയിന്റാണ് ഇംപാർഷ്യൽ ഇവാലുവേഷൻ. The appraisal should be free from bias and prejudice. It must be judicious and objective for making a fair review of the performance of the workforce. അപ്രൈസിലെ ബയാസിൽ നിന്നും പ്രിജുഡീസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. വർക്കേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഫയർ റിവ്യൂ നടത്തുന്നതിന് അത് ജുഡീഷ്യസും ഒബ്ജക്റ്റീവും ആയിരിക്കണം. ലാസ്റ്റ് പോയിൻ്റാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഈസ് എസെൻഷ്യൽ ഫോർ ഗിവിംഗ് സജഷൻസ് ഫോർ ഇംപ്രൂവിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്ക് ഫോഴ്സ്. It establishes a link between what employees are doing and how their actions are perceived by others. Raters. The feedback must be provided to the workforce in a pleasing manner without hurting them. It must motivate them for improving the quality and quantity of their performance. ഫീഡ്ബാക്കിൽ പറയണത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള സജഷൻസ് ഒക്കെ നൽകുന്നതിന് ഫീഡ്ബാക്ക് അത്യാവശ്യമാണ്.
എംപ്ലോയീസ് എന്തു ചെയ്യുന്നുവെന്നും അവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും തമ്മിലുള്ള ഒരു ബന്ധം ഇത് സ്ഥാപിക്കുന്നു. ഫീഡ്ബാക്ക് എംപ്ലോയീസിനെ ഹേർട്ട് ചെയ്യിപ്പിക്കാതെ സന്തോഷകരമായ രീതിയിൽ നൽകണം. അവരുടെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് അവരെ പ്രേരിപ്പിക്കണം.